നമ്മുടെ കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ ജൂലൈ 8 ഒരു വാർത്താ സമ്മേളനത്തിൽ നമ്മളോട് പറഞ്ഞത് കേരളത്തിൻ്റെ ഗവൺമെൻറ് അതൃപ്തി അറിയിക്കും അദാനി ഗ്രൂപ്പിനെ എന്നുള്ളതാണ്. ഇതിൻ്റെ സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കാരണം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കേരള ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള വിഴിഞ്ഞം പോർട്ടിൽ, ആ വിഴിഞ്ഞം പോർട്ടിൽ അദാനിക്ക് കൂടി പങ്കാളിത്തം വേണ്ട അതെന്ന് പറയുന്ന ഒരു കൺസെഷൻ എഗ്രിമെൻ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇളവ് എഗ്രിമെൻ്റ് എന്ന് പറയാം. അതിൻ്റെ കാരണം ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രം അവർക്ക് ഇത് നടത്താൻ വേണ്ടി കൊടുക്കുന്നതാണ്. അവരുടെ ഇടപാടുകളൊക്കെ ആ സമയത്തേക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. 40 കൊല്ലം മാക്സിമം എന്നുണ്ടെങ്കിൽ അത് 60 കൊല്ലം വരെയാകാം. 60 കൊല്ലത്തേക്ക് മാത്രമുള്ള കാര്യമേ അദാനി ഗ്രൂപ്പിനുള്ളൂ. അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന AVPPL എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കമ്പനി ഇതിനു വേണ്ടി മാത്രമായി രൂപീകരിക്കപ്പെട്ടൊരു കമ്പനിയാണ്. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2454 കോടി രൂപ മാത്രമേ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആ 2454 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു 300 ഏക്കറിലധികം വരുന്ന സ്ഥലം അവർക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സ്ഥലം വേണമെങ്കിൽ പണയത്തിന് വെച്ച് കാശെടുക്കാൻ പോലും കഴിയുന്ന രീതിയിലാണ് അവർക്കുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം അവിടെ നടന്നോട്ടെ, കാരണം ഒരു വലിയ പ്രൊജക്റ്റൊക്കെ വരുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനുശേഷം അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി, AVPPL എന്ന് പറയുന്ന ഈ കമ്പനി യഥാർത്ഥത്തിൽ ആ കമ്പനിയുടെ 49% ഷെയറുകൾ, അതായത് ആ കമ്പനിയുടെ 51% അദാനി തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട് 49% ഷെയറുകൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു വലിയ ഷിപ്പിംഗ് കമ്പനിക്ക് വിറ്റു. അവർ ചെറിയ കമ്പനിയല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. 930-ലധികം വരുന്ന വലിയ ഷിപ്പുകൾ അവർക്കുള്ള, അതുപോലെ തന്നെ 2 ലക്ഷത്തിലധികം ജീവനക്കാരുള്ള, 110-ലധികം വരുന്ന ടെർമിനലുകൾ അവർ ലോകത്ത് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. അപ്പോൾ ആ ഷിപ്പിംഗ് കമ്പനി ഇന്ത്യയിലേക്ക് വന്നാലും ഒക്കെ നേട്ടം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അവർ യഥാർത്ഥത്തിൽ അത് ഗുജറാത്തിലുള്ള മുദ്ര പോർട്ടിലും അതുപോലെ തമിഴ്നാട്ടിലെ എണ്ണൂറിലും ഒക്കെ തന്നെ ഇതുപോലെ തന്നെ അവർ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഓണർഷിപ്പിലുള്ള ഒരു പ്രൊജക്റ്റ്, ഒരു കമ്പനിയുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഷെയറുകൾ അവർക്ക് കൂടി ഒരു ബാധകമായിട്ടുള്ള, അവർക്ക് അതിലൊരു നിശ്ചിത ശതമാനം ഷെയറുകളുണ്ട്. ആ ഷെയറുകൾ യഥാർത്ഥത്തിൽ അവർ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിന് നമ്മുടെ പ്രയർ പെർമിഷൻ വാങ്ങണം എന്നുള്ളതൊരു കണക്കാണ്. അതായത് മുൻകൂട്ടിയുള്ള അനുമതികൾ വേണം എന്നുള്ളതാണ്. പക്ഷേ ആ മുൻകൂട്ടിയുള്ള അനുമതി ഇവർ മേടിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഇവർ ഏറ്റവും ആദ്യം തന്നെ സെബി അറിയിക്കുകയാണ് ചെയ്തത്. സെബിയെയും അപ്പം തന്നെ അറിയിക്കണം എന്നാണ് നിയമം. അതുമായി ബന്ധപ്പെട്ട് ET ഇൻഫ്ര എന്ന് പറയുന്ന എക്കണോമിക് ടൈംസിൻ്റെ ഇൻഫ്ര അവരുടെ ഡിജിറ്റലിൽ വാർത്ത വന്നിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. നമ്മളടക്കം വീഡിയോ ഇതാണ്. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. അപ്പോൾ അങ്ങനെ 49% ഷെയർ വിറ്റുകൊണ്ട് ഏതാണ്ട് 13,000 കോടി രൂപയിലധികം അദാനിക്ക് കിട്ടി. അദാനിക്ക് അതൊരു വലിയ നേട്ടമുണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അദാനിക്ക് അത് നേട്ടമുണ്ടാകും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 2454 കോടി രൂപ മാത്രം മുടക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ അവർക്കൊരു 13,000 കോടി രൂപ ഇങ്ങോട്ട് കിട്ടുകയാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ആ 13,000 കോടി രൂപ കിട്ടുമ്പോൾ അത് വലിയൊരു ലാഭമാണ്, വലിയൊരു പ്രൊജക്റ്റാണ്, അവരെ സംബന്ധിച്ച് വലിയ നേട്ടം കൂടിയാണ്. പക്ഷേ അത് പ്രയർ പെർമിഷൻ മേടിക്കാതെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരികയും മാതൃഭൂമി അടക്കം പിറ്റേ 3-ാം തീയതി വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്ത്, ദേശാഭിമാനി അടക്കം വാർത്ത കൊടുത്തിരുന്നു. അപ്പോൾ ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അറിയുന്നത്. അപ്പോൾ അദ്ദേഹം, നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല, വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടേ ഉള്ളൂ, എന്താണെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം പറയുന്നത്, ഇതിലുള്ള അസംതൃപ്തി അറിയിച്ചുകൊണ്ട്, അസന്തുഷ്ടി അറിയിച്ചുകൊണ്ട്, അതായത് ഞങ്ങളോട് മുൻകൂട്ടി പ്രയർ പെർമിഷൻ എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, അവരെ അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഈ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വലിയൊരു തന്ത്രപരമായിട്ടുള്ള ഒരു അഭ്യാസം കാണിച്ചു. അഭ്യാസത്തിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങളങ്ങനെ അവരെ അറിയിച്ചു, ഞങ്ങളുടെ ഒരു അസന്തുഷ്ടി അറിയിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ അസംതൃപ്തിയൊക്കെ അറിയിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ രേഖകൾ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാതെ വിടുന്നതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത്. ആ രേഖയിൽ, വിവരാവകാശ പ്രകാരം കൊടുത്തിട്ടുള്ള രേഖയിൽ പറയുന്ന ഒരു കാര്യം, അത്തരത്തിൽ ഉള്ള ഒരു വിശദീകരണ കത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷോക്കോസ് നോട്ടീസോ ഒന്നും തന്നെ അദാനി ഗ്രൂപ്പിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ കൈരളി TV-യിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ അന്ന് വന്നിട്ടുള്ള നമ്മുടെ കോൺഗ്രസിൻ്റെ വക്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത്, അത് ചിലപ്പോൾ ഫോണിലൂടെ അറിയിച്ചാൽ പോരെ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ തന്നെ അറിയിക്കണമെന്നുള്ളതാണ്. ഫോണിലൂടെയോ വാട്സാപ്പ് മെസ്സേജിൽ ഇമോജി ആയിട്ടോ, ചിലപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഇമോജി ആയിട്ടോ, SMS ആയിട്ടോ ഒക്കെ അയക്കാം. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അറിയേണ്ടത്, അങ്ങനെ അയച്ചാൽ പോരാ ഈ ഒരു കാര്യത്തിൽ. കാരണം ഇതൊരു കമ്പനിയാണ്, ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ ആ ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത് അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന ലീഗൽ എൻറ്റിറ്റിക്ക് നമ്മുടെ ഗവൺമെൻറ് ഒരു അസന്തുഷ്ടി അറിയിക്കണമെങ്കിൽ, നിങ്ങളൊരു എഗ്രിമെൻറ്റിൽ ഒരു ക്ലോസ് വയലേറ്റ് ചെയ്തു എന്ന് അറിയിക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ലെറ്ററായിട്ട് അറിയിക്കണം.
പക്ഷേ ഇന്നലെ വി ഡി സതീശൻ പറയുന്നത് ലെറ്റർ ഉണ്ട് എന്നുള്ളതല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വളരെ തന്ത്രപരമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകർക്ക് അവിടെ ഇരിക്കുന്നവർക്ക് അത്രത്തോളം പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അവരെ കുറ്റം പറയുന്നില്ല, അവർ ചോദ്യം ചോദിച്ചില്ല. അദ്ദേഹം പറയുന്നത് നമ്മളവരെ അസംതൃപ്തി അറിയിച്ചിട്ട് അവർ യഥാർത്ഥത്തിൽ സോറി പറഞ്ഞുകൊണ്ടൊരു ലെറ്റർ ഇങ്ങോട്ട് അയച്ചു എന്നുള്ളതാണ്. അതിൽ തന്നെ അദ്ദേഹം പറയുന്ന അസംതൃപ്തി നമ്മൾ അവരെ അറിയിച്ചു, കൂടാതെ പത്രസമ്മേളനം വിളിച്ചുകൂടി പറഞ്ഞു. അപ്പോൾ ആ പത്രസമ്മേളനം വിളിച്ചുകൂടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങോട്ട് അറിയിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൃത്യമായിട്ടൊരു കത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ കത്ത് കൊടുക്കാതിരുന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 60 കൊല്ലം കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ ഈ കമ്പനികൾ നമ്മളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ അന്നിപ്പോൾ ചിലപ്പോൾ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ഗവൺമെൻറ് കാര്യമാണ്. ഇത് വലിയ ലാഭത്തോടുകൂടി നടക്കുകയാണെങ്കിൽ അദാനി പോർട്ട് അങ്ങനെ തന്നെ വിട്ടുപോകുമെന്നും നമ്മൾ വിചാരിക്കരുത്. ചിലപ്പോൾ അവർ പല ക്ലോസുകളും ഉണ്ടാക്കി ചിലപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേക്കാം. അങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോൾ പലതരത്തിലുള്ള ഒരു ലീഗൽ ഉള്ള ബാറ്റിലേക്കൊക്കെ തന്നെ ഈ കാര്യങ്ങൾ പോയേക്കാം. അങ്ങനെ ലീഗൽ ബാറ്റിലുകളിലേക്ക് ഈ കാര്യങ്ങൾ പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു കത്തില്ല. ഞാൻ മറ്റേ വാട്സാപ്പ് അവിടുത്തെ MDക്ക് അല്ലെങ്കിൽ CEO-ക്ക് വാട്സാപ്പ് വഴി ഒരു ഇമോജിയാണ് അയച്ചത്, അല്ലെങ്കിൽ SMS ഈ പറഞ്ഞ പോലെ ഞാൻ കൂടൂല എന്ന് പറഞ്ഞാണ് അയച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വെദർ യു ഹാവ് ഈ പറഞ്ഞ പോലെ ഇൻഫോംഡ് ദം ലീഗലി എന്നുള്ളതാണ്. അപ്പോൾ അതിനൊന്നില്ലെങ്കിൽ മെയിൽ അയക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ കത്ത് മുഖേന അറിയിക്കണം. അപ്പോൾ ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരാവകാശ പ്രകാരം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ അതിന് വളരെ ബുദ്ധിപരമായിട്ട് പുള്ളി പറഞ്ഞു വെക്കുന്നത് ഉണ്ടായി എന്ന് പറഞ്ഞില്ല, ഉണ്ടില്ലെന്ന് പറഞ്ഞില്ല. പുള്ളി കൂടാതെ പറയുന്നത് നമ്മളിത് അറിയിച്ചു, അവർ സോറി പറഞ്ഞുകൊണ്ടുള്ള കത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് സോറി ഞങ്ങളിങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടിരുന്നില്ല, ഞങ്ങളിത് എന്ത് ചെയ്തു, ഈ പറയുന്ന കത്ത് നിങ്ങൾ ഏറ്റവും ആദ്യം അറിയിക്കേണ്ടതായിരുന്നു, അതിന് ഞങ്ങൾ നടപടിക്രമങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് അറിയിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന മാത്രം തന്നുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു കത്ത് അയച്ചോ ഇല്ലേ എന്നുള്ളത് പുള്ളി മിണ്ടിയില്ല. എങ്ങനെയാണ് അസംതൃപ്തി അറിയിച്ചത് എന്നുള്ളതും മിണ്ടിയില്ല. എത്ര തന്ത്രപരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പോലെ കുതന്ത്രങ്ങളുടെ സ്കില്ലുകൾ കൊണ്ട് കേരളത്തിൻ്റെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് മാധ്യമങ്ങൾക്കൊന്നും അറിയാഞ്ഞിട്ടല്ല, മാധ്യമങ്ങൾക്ക് ഇത് അറിയാം. പക്ഷേ അവരും കൂടി ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഒരു മീഡിയയായിട്ട് സതീശ് മേനോൻ ഭജൻസ് മീഡിയയായിട്ട് മാറിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഉടായ്പകളൊക്കെ നടക്കുന്നത്. വേറെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ പുള്ളി അപ്പം തന്നെ പറയും, ഒരു കാര്യം ചെയ്യും എങ്കിൽ താൻ ഇവിടെ വന്ന് എന്ത് ചെയ്യൂ, ഈ പറഞ്ഞ പോലെ പ്രസംഗിക്കൂ എന്ന് പറയും. മുഹമ്മദ് ഹുസൈനെ പരിചയപ്പെട്ടതെന്ന് ചോദിച്ചപ്പോഴും, അതായത് MDMA കേസിലെ പ്രതിയെ പുള്ളി പരിചയപ്പെട്ടതെന്ന്, ഹുസൈൻ മുസാഫറിനെ പരിചയപ്പെട്ടതെന്ന് നിങ്ങൾ പറഞ്ഞത് കളവല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ പരിചയപ്പെട്ടത് അന്നാണ്, എനിക്ക് അദ്ദേഹത്തെ അറിയുന്നത് 2023 മുതലാണ്, പക്ഷെ അതിനു മുമ്പൊക്കെ ചിലപ്പോൾ എന്നെ വന്ന് കണ്ടിട്ടുണ്ടാകും എന്ന് പറയുന്ന ഒഴുക്കൻ മട്ടിൽ മറുപടി പറയുകയും, കുറേ നേരമായാലോ വേണമെങ്കിൽ ഇവിടെ വന്ന് എന്ത് ചെയ്തോളൂ, ഇപ്പോൾ കുറേ നേരമായാലോ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ അപഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നു. ഗവൺമെൻറ് നമ്മളോട് ഒഫീഷ്യലി പറഞ്ഞേക്കണം അങ്ങനെ ഒരു കത്തില്ലെന്നാണ്. പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ താങ്കൾ ഈ പറയുന്ന പോലെ അസംതൃപ്തി അവരെ അറിയിച്ചത് എന്നാണ് ഈ പറയുന്ന പോലെ വഴക്കിട്ട് ഇമോജി അയച്ചോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.